തിരുവനന്തപുരം ധനവച്ചപുരം VTM-NSS കോളേജിൽ വിദ്യാർത്ഥിക്ക് നേരെയുണ്ടായ ABVP ആക്രമണത്തിൽ 6 പേർക്കെതിരെ വധശ്രമത്തിന് കേസ്. ഗുരുതര പരിക്കേറ്റ ദേവജിത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ദേവജിത്തിനെ MLA-മാരായ IB സതീഷും K അൻസലനും സന്ദർശിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും നടത്തി. ABVP ക്രിമിനലുകളായ 6 പേർ ചേർന്നാണ് കാട്ടാക്കട കൊറ്റമ്പള്ളി സ്വദേശിയും കോളേജിലെ 3ാം വർഷ ചരിത്ര വിദ്യാർത്ഥിയുമായ ദേവജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചത്. അനന്തൻ, നിഖിൽ, നികേഷ് എന്നിവരെ കൂടാതെ കണ്ടാലറിയാവുന്ന 3 പേർ കൂടിയുണ്ട് പ്രതിപ്പട്ടികയിൽ. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ദേവജിത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ദേവജിത്തിന്റെ തലയ്ക്കും ചെവിക്കും പരിക്കുണ്ട്. ഈ മുറിവ് പറ്റിയത് ബാക്കിൽ നിന്നാണ് കുത്തിയതാണ്. അനന്തൻ എന്നാണ് തോന്നുന്നത്, പയ്യനെന്നാണ് തോന്നുന്നത്. അവൻ്റെ പേരാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കിൽ നിന്ന് മൂർച്ചയുള്ള കത്തി പോലത്തെ സാധനമാണ് വെച്ച് കുത്തി. ബാക്കിൽ ചെവിയുടെ ബാക്കിലാണ്. കഴുത്ത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെവിയുടെ ബാക്കിൽ. അത് വേദനയാണ്. ഇതിൻ്റെ ഇവിടുത്തെ സ്പൈനൽ കോഡിൻ്റെ ഇവിടെയൊക്കെ ഇടിവേറ്റ ഇതുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവം കിട്ടിയത്. കഴുത്തൊന്നും അനക്കാൻ പറ്റില്ല. വലത്തെ കൈ ഫുള്ള് നീരാണ് ബാക്കിൽ. ദേവജിത്തിനെ MLA-മാരായ IB സതീഷും K അൻസലനും സന്ദർശിച്ചു. ABVPയുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാതെ മാറി പഠിക്കാൻ വേണ്ടി മാത്രം വരുന്ന വിദ്യാർത്ഥികളെ നോട്ടമിട്ട് സംഘടിതമായി ആക്രമിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇന്നിപ്പോൾ ദേവതത്തിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. സംഘം ആക്രമിക്കുക മാത്രമല്ല, കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാരകമായിട്ടുള്ള ആയുധം കൊണ്ടാണ് കഴുത്തിന് കണക്കാക്കി കുത്തിയ കുത്താണ് അദ്ദേഹത്തിൻ്റെ ചെവിഭാഗത്ത് മുറിവുണ്ടാക്കി ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അവരുടെ ABVPയുടെ ഇംഗിതത്തിന്, അവരുടെ താല്പര്യങ്ങൾക്ക് അരിനിൽക്കാത്ത എല്ലാ കുട്ടികൾക്കുമെതിരായി ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ രൂക്ഷമാണ്. പഠിച്ചിറങ്ങി പുറത്തു പോയിട്ടുള്ള മുൻകാല ക്രിമിനൽ കേസുകളുടെ പ്രതിയായിട്ടുള്ള നിരവധി ഇത്തരം സംഘങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രചോദനവും നൽകുന്നതായിട്ടാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ABVP RSS ക്രിമിനൽ സംഘം വിദ്യാർത്ഥികൾക്ക് നേരെ നിരന്തരം അതിക്രമം നടത്തുന്ന കോളേജാണ് ധനുവച്ചപുരം VTM-NSS കോളേജ്. ABVP അല്ലാതെ മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. 6 മാസം മുൻപ് പാറശാല പളുകൽ സ്വദേശി അദ്വൈതിനെ ABVP നേതാക്കൾ വളഞ്ഞിട്ട് ആക്രമിച്ചിരുന്നു. കൂടാതെ ABVPയിൽ അംഗത്വമെടുക്കാൻ വിസമ്മതിച്ച അമരവിള സ്വദേശിനിയുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. കോളേജ് മാനേജ്മെന്റ് ക്രിമിനൽ സംഘത്തിന് പിന്തുണ നൽകുകയാണെന്ന ആരോപണവും ശക്തമാണ്. പുറത്തുനിന്നുള്ള RSS ക്രിമിനൽ സംഘം കോളേജിനുള്ളിൽ തമ്പടിക്കുന്നതാണ് സംഘർഷത്തിന് പ്രധാന കാരണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.